കണ്ണൂരിലെ ഒരു മോഷണത്തിന്റെ കഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ. വീണ്ടും അഭിജിത്ത് ഒരു വാർത്തയുമായി എത്തുന്ന 23 വർഷം ഒളിവിൽ കഴിഞ്ഞൊരു കള്ളനെ പിടിച്ചിരിക്കുകയാണ്. വൈത്തിരി സ്വദേശി സൈനുദ്ദീനാണ് കൽപ്പറ്റയിൽ പിടിയിലായത്. 2002 ഓർക്കണം, ഇത്രയും വർഷം മുൻപ് തലശ്ശേരിയിലെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ചതിന് ശേഷം ഒളിവിൽ പോയ ആളാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് ചെയ്തത്. അഭിജിത്ത്, വല്ലാത്തൊരു ഒളിവ് ജീവിതമായി പോയില്ലേ? 23 വർഷത്തിന് ശേഷം എങ്ങനെയാണ് ഈ മോഷ്ടാവിനെ കണ്ടെത്തിയത്? ഒരുപക്ഷെ വലിയ രൂപമാറ്റമൊക്കെ വന്നിരിക്കില്ലേ? എങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത്? രസകരമായ കഥയായിരിക്കുമല്ലോ. വിനീത, നിങ്ങളൊരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ എത്ര കാലം കഴിഞ്ഞാലും പോലീസിന്റെ പിടിയിലാകും എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. 2002 സൈനുദ്ദീൻ തലശ്ശേരിയിലെ ഒരു വീട്ടിൽ നിന്ന് സ്കൂട്ടറുമായി രക്ഷപ്പെടുന്നത്. വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ വീട്ടുമുറ്റത്ത് തന്നെ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ്. അയാൾ അത് അവിടെ നിന്ന് തന്ത്രപൂർവ്വം കടത്തി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. പിന്നാലെ വീട്ടുകാർ പോലീസിൽ ഒരു പരാതി കൊടുത്തു. അന്ന് ഈ CCTV-കളൊന്നും അത്ര വ്യാപകമാകാത്തൊരു കാലഘട്ടം കൂടിയാണ്. അതിനാൽ പെട്ടെന്ന് പ്രതിയിലേക്ക് എത്താൻ, മോഷ്ടാവ് ആരാണ് എന്നൊക്കെ കണ്ടെത്താൻ പോലീസിന് പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ സൈനുദ്ദീനാണ് ഈ മോഷണത്തിന് പിന്നിലെന്ന് പിന്നീട് പല തെളിവുകളൊക്കെ വെച്ച് പോലീസ് കണ്ടെത്തി. പക്ഷേ എവിടെയാണ് സൈനുദ്ദീൻ എന്ന് കണ്ടെത്തുകയായിരുന്നു വലിയ ഒരു ബുദ്ധിമുട്ടായി മാറിയത്. അങ്ങനെ പോലീസ് ആ അന്വേഷണത്തിലാണ്. പല നാടുകളിലായി പോലീസിന്റെ അന്വേഷണം അങ്ങനെ തുടരുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു വിവരം പോലീസിന് ലഭിച്ചത്. കൽപ്പറ്റയിൽ ഇങ്ങനെ ഒരാളുണ്ട്, അവിടെ അയാൾ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഒരു പക്ഷേ ഈ മോഷണ കേസിലെ പ്രതി അയാളാണോ എന്നുള്ളൊരു സംശയം, ഒരു സൂചന, ഒരു രഹസ്യ വിവരം പോലീസിന് ലഭിച്ചു. അങ്ങനെയാണ് തലശ്ശേരി പോലീസ് കൽപ്പറ്റയിലേക്ക് എത്തുന്നത്. കൽപ്പറ്റയിൽ ചെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു. സൈനുദ്ദീൻ അവിടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. അയാളെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മോഷണത്തിന് പിന്നിൽ സൈനുദ്ദീൻ തന്നെയാണ്, വൈത്തിരി സ്വദേശിയായ സൈനുദ്ദീൻ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്നതും അങ്ങനെ അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ഈ തലശ്ശേരിയിലെ മോഷണം മാത്രമല്ല വിനീത, പല മോഷണ കേസുകളിലും ഇയാൾ പ്രതിയാണ്. മലപ്പുറം ചേലമ്പ്രയിലെ ബാങ്ക് കവർച്ചാ കേസിൽ ഉൾപ്പെടെ ഇയാൾ പ്രതിയാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. ഏതാണ്ട് 21ഓളം കേസുകളിൽ ഈ സൈനുദ്ദീൻ പ്രതിയാണ്. ഏതായാലും സൈനുദ്ദീൻ അങ്ങനെ 23-24 വർഷത്തിന് ശേഷം തന്റെ ഈ മോഷണം നടത്തിയ സംഭവത്തിൽ പിടിയിലായിരിക്കുന്നു. ശരി, കേരള പോലീസ് എന്നെ സുമ്മാവാ. എന്തായാലും 23 വർഷത്തിന് ശേഷമാണ് മോഷ്ടാവിനെ പിടിച്ചിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഈ